ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഉസ്താദുമാരുടെ ചിലവുള്ള ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന ഒരുപാട് കമൻസാണ് അതിൽ കാണിച്ചിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ അന്ന് ചെയ്തിട്ടുള്ള പാലപ്പം ഈ മെത്തേഡിലായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രാത്രിയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക കേട്ടോ. 2 കപ്പ് പച്ചരിയിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത്, അതേപോലെ 1/2 കപ്പ് ചോറുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏത് ചോറായാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കുക. ഈസ്റ്റ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നാലേ ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള ഇളം ചൂടുള്ള വെള്ളം കേട്ടോ ചേർക്കുന്നത്. തിളച്ച വെള്ളമല്ല, എന്നാൽ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമല്ല, ഇളം ചൂട്, തൊട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ചൂടുള്ള വെള്ളം കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും എല്ലാ ഭാഗത്തേക്കും എല്ലാം എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് രാത്രി കിടക്കാൻ നേരത്താട്ടോ ഞാൻ ചെയ്തു വെക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് 8 മണിക്കൂർ ഫെർമെൻ്റ് ആവാൻ വെക്കണം. അപ്പം ഞാൻ ഓവർനൈറ്റ് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് രാവിലെ എണീറ്റിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കണം. ഞാൻ ഒട്ടും വെള്ളം എക്സ്ട്രാ ചേർക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നല്ല തിക്കായിട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാലിട്ടിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. നല്ല ഫൈനായിട്ട് തരി ഇല്ലാണ്ട് ഇതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നല്ല തിക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെയ്യേണ്ടത് നല്ല തിളച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ബൗൾ വെച്ച് കൊടുക്കുക കേട്ടോ. രാവിലെയാണ് ഞാൻ ഇത് ചെയ്തെടുക്കുന്നത്. ബൗള് ആ ഒരു ചൂടുവെള്ളത്തിൽ തട്ടാത്ത രീതിയിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഫെർമെൻ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ഫെർമെൻ്റ് ആവുന്നത് അരമണിക്കൂർ കൊണ്ട് ഫെർമെൻ്റ് ആവട്ടെ. ഈ രീതിയിൽ ചെയ്തെടുത്താൽ മിനിമം 1/2 മണിക്കൂറെങ്കിലും വെക്കാം. ഞാൻ ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്ന് നന്നായിട്ട് തന്നെ ഫെർമെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ ചൂടായതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് നമുക്കിത് ചുറ്റുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പാലപ്പം റെഡി ആവില്ല കേട്ടോ, അത് ശ്രദ്ധിക്കുക. ഈ രീതിയിൽ നന്നായിട്ടൊന്ന് ചുട്ടെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആരെടുത്തിട്ടുള്ള അടിപൊളി പാലപ്പം റെഡി ആവും കേട്ടോ. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഇതുവരെ പാലപ്പം റെഡിയാക്കി എടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ശരിയാവാത്തവർക്കും ശരിയാവാൻ ചാൻസ് ഉള്ള അടിപൊളി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ്, അതേപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ പേജ് നിങ്ങൾ ഫോളോ ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്